We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. Feel like a dynamite, ready to explode right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart. ഹലോ ഗൈസ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് വാർഗോഡിൻ്റെ ലൈറ്റ് വാർഫെയറുമായിട്ട്. അപ്പം നമ്മുടെ മെമ്പേഴ്സ് എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. ഫിനിക്സിൽ 2 മെമ്പേഴ്സ് കയറിയിട്ടുണ്ട്. PX ടീമിന് വേണ്ടി അവിടെ ഡ്യൂഡ് ഷെസാം, PX പങ്ക് ആൻഡ് അബ്സർവർ കയറിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ ടീമിന് വേണ്ടി മാഡ് മാക്സ്, റെയിൻ കില്ലോ ആൻഡ് ഹോഗ് റൈഡർ കയറിയിട്ടുണ്ട്. 1X ടീമിന് വേണ്ടി 1X ടോം, അദ്വൈത്, എഡ്ഗർ ആൻഡ് യദു ആണ് കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രൂട്ടൽ ടീമിന് വേണ്ടി ടാസ്, വിസി, ബ്രൂട്ടൽ ആൻഡ് നമ്മുടെ സ്റ്റോണർ കയറിയിട്ടുണ്ട്. നമ്മുടെ MTX ടീമിന് വേണ്ടി OT, ബുദ്ധ, റീഗാൾ, ജോൺ ഗ്ലാൻ എല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ B4M ടീമിന് വേണ്ടി B4M എംബറർ, ഡിസ്പാറ്റർ ആൻഡ് അമൽ SEO B4M കയറിയിട്ടുണ്ട്. ജറാറം ടീമിന് വേണ്ടി ജറാറം, മോഹു, റീപ്പ് എല്ലാം കയറിയപ്പോൾ LX ടീമിന് വേണ്ടി LX ഹോളിഗൻ, നിഞ്ച, LX ARL ആൻഡ് VPT ആണ് അവിടെ കയറിയേക്കുന്നത്. SN4 ടീമിന് വേണ്ടി ടാർഗേനിയൻ, ടാർഗോ, ബിലീവർ ആൻഡ് സൈക്കോ ആണ് കയറിയേക്കുന്നത്. അതോടൊപ്പം തന്നെ SN4ൻ്റെ നമുക്ക് വാമ്പയറിനെ വേറൊരു സ്ലോട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പെയറിലെ ചാത്തുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പെയറിലെ റാംബോ PSനെ കാണാൻ സാധിക്കുന്നുണ്ട്. NOT ടീമിന് വേണ്ടി NOT സ്റ്റഫ്, NOT കിക്ക്, പോയിസൺ ആൻഡ് ടിസോ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ F1 ടീമിന് വേണ്ടി മാഡ്മാൻ, C10, ബെയിൻ ആൻഡ് നോവ കയറിയിട്ടുണ്ട്. F1 ടീമിന് ആഷസ് ടീമിന് വേണ്ടി ആഷസ് SR, ആഷസ് ഫിയർ, FTW, ക്രേറ്റോസ് ആൻഡ് റിജാസ് കയറിയിരിക്കുന്നു. അപ്പോൾ LMX ടീമിന് വേണ്ടി LMS സൈക്കോ, LMX ബീറസ്, ഗോസ്റ്റ് ആൻഡ് ബെർലിൻ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ T-God ടീമിന് വേണ്ടി T-God ഡയബോളിക്, T-God G9, T-God സ്കോച്ച് കയറിയിരിക്കുന്നത്. DC ടീമിന് വേണ്ടി കയറിയിരിക്കുന്നത് DC വൈപ്പർ, DC ഡെഡ്പുൾ, DC എപ്പിക് ആൻഡ് നമ്മുടെ ഹോണറ്റ് ആണ് കയറിയിരിക്കുന്നത് DC ടീമിന് വേണ്ടി. അതോടൊപ്പം തന്നെ വാർഗോഡ് ടീമിന് വേണ്ടി വാർഗോഡ് സാംസൺ, വാർഗോഡ് സ്റ്റാഷ്, കിൽ റാറ്റ് ആൻഡ് മെർമൻ അവിടെ വാർഗോഡ് ടീമിന് വേണ്ടി കയറിയിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 66 മെമ്പേഴ്സ് നമ്മുടെ റൂമിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ലോബിയിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ റൂമിൽ ഓൾമോസ്റ്റ് എല്ലാ മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്.
ബാക്കി മെമ്പേഴ്സ് എല്ലാം കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന 2 മിനിറ്റുകളിൽ കൂടെ മാത്രം ബാലൻസ്. നമ്മുടെ പ്രണവ് അവിടെ എത്തിയിട്ടുണ്ട് ചാറ്റിൽ. വൈപ്പർ മുത്ത എന്ന് പറയുന്നുണ്ട്. ഹലോ പ്രണവ് ടെസ്റ്റി. നമ്മുടെ ക്രിസ്റ്റോപ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നല്ല കട്ട സപ്പോർട്ട് ഹൃദയമായിട്ടാണ് അവിടെ എത്തിയത്. നല്ല ഹൃദയം 4 എണ്ണം തന്നിട്ടുണ്ട് നമ്മുടെ ചേർക്കാൻ. നമ്മൾ മാച്ച് സ്റ്റാർട്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാച്ച് ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും സ്റ്റാർട്ടാകാം. അപ്പോൾ പ്രണവ് ടെസ്റ്റ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ലോബിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 6-9 ടീം സന്ദീപ് നീലമൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടീമിന് സപ്പോർട്ടുമായിട്ട് സന്ദീപ് നീലമൻ അവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ലോബിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ലോബിൽ എത്തുമ്പോഴത്തേക്ക് എന്താണ് സ്ഥിതി, എന്തോരം മെമ്പേഴ്സ് കയറിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മെമ്പേഴ്സിനെയൊക്കെ വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയത്തില്ല. എന്തായാലും ഇറാങ്കൽ മാപ്പാണ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാപ്പായിരുന്നു ഇന്ന്. പക്ഷേ മെമ്പേഴ്സിനെ എല്ലാം വളരെ കുറവാണ് ഇന്ന് കാണിക്കുന്ന ടീം മെമ്പേഴ്സ്. നമുക്ക് ഏകദേശം 67 പേരെ ഇപ്പോൾ കലൻ സ്പോട്ടിൽ കാണിക്കുന്നുണ്ട്. ഫിനിക്സിൽ നിന്ന് 2 മെമ്പേഴ്സ് കയറിയിട്ടുള്ളൂ. PX നിന്ന് നമ്മുടെ അബ്സോർബർ ഡ്യൂഡ് ചെയ്താൽ മാൻപങ്ക് അവിടെ കയറിയിട്ടുണ്ട്. അതേമാതിരി ഗ്രൗണ്ട് 0 മെമ്പേഴ്സ് കയറിയിട്ടുണ്ട്. 1X ഉണ്ട്, ബ്രൂട്ടലുണ്ട്, MTX ടീമുണ്ട്, B4M ഉണ്ട്, ZRM ഉണ്ട്, LX ടീമുണ്ട്, SN4 ഉണ്ട്, സ്പെയർ ടീമുണ്ട്, NOT ടീമുണ്ട്. അതേമാതിരി F1 ടീമിലെ മെമ്പേഴ്സ് ഉണ്ട്, ആഷസ് ടീം മെമ്പേഴ്സ് ഉണ്ട്, LMX ഉണ്ട്, WARGOD ഉണ്ട്, DC മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് WARGOD ടീം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ OP 69 ആൻഡ് OP ഡയബറ്റിക്സ് എന്ന് പറയുന്നത് ഡയബറ്റിക്സോ ഡയബോളിക് അല്ലായിരുന്നോ? എനിവേ എന്തായാലും DC വൈപ്പർ ജോണത്തൻ മോഡ് ഓൺ. ഓക്കെ, DC വൈപ്പർ ഉണ്ടെന്ന് ഞാൻ കണ്ടു ഇന്ന്. എന്തായാലും എല്ലാവരും സ്ട്രീം ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട്, എല്ലാവരും കട്ട സപ്പോർട്ട് തരിക. അപ്പോൾ എന്തായാലും മെമ്പേഴ്സ് നമ്മുടെ ഫ്ലൈറ്റ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർബറിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിലും കോച്ചിങ്ങും ഒക്കെ മുകളിലായിട്ട് പ്രിമോസ് ഗ്രാൻഡ് മിലിറ്ററി ബേസിനെ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ മെമ്പേഴ്സിനെ സെവർണി ഏരിയ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു, ആരും ചാടിയിട്ടില്ല. യെസ്, നമ്മുടെ സ്പെയറിലെ മെമ്പേഴ്സ് ചാടിയിട്ടുണ്ട്. എന്തായാലും സെവർണി ഏരിയ ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. ബാക്കി മെമ്പേഴ്സ് 69 പ്ലീസ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും 69 അവിടെ എത്തിട്ട് നമുക്ക് ഉറപ്പായിട്ടും കാണിക്കാം സന്ദീപ് ആൻഡ് നമ്മുടെ 10 WARGOD നമുക്ക് ഉറപ്പായിട്ടും കാണിക്കാം. 69 ഫാൻസ് അസോസിയേഷൻ കൊണ്ട് ഒരു രക്ഷയില്ല. 69 ആൻഡ് കോ ഇറങ്ങുന്ന സ്ഥലം എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ SN4 ടാർഗറ്റ് റീജിയൻ ZRM മെമ്പേഴ്സ് എല്ലാം പോകുന്നുണ്ട്. WARGODലെ മെമ്പേഴ്സ് ഇത് ഇപ്പോൾ ജമ്പ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഗാഡ്ക റീജിയൻ ലക്ഷ്യമാക്കിയുള്ള പോക്കാണോ അതോ പോച്ചിങ്കിയിലേക്കുള്ള ഒരു പോക്കാണോ എന്നറിയത്തില്ല. എന്തായാലും ചാടുന്നുണ്ട്. ടീം നമ്പർ 3ലെ മെമ്പേഴ്സ് അങ്ങോട്ട് തന്നെ ചാടുന്നുണ്ട്. പോച്ചിങ്കി ഏരിയയിൽ ഇഷ്ടം തന്നെ ഒരു ക്രൗഡായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു WARGODലെ മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. WARGOD ടീം ഒന്ന് സെപ്പറേറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ലൂട്ട് ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ടീം നമ്പർ 3 മാത്രമാണ് ഇപ്പോൾ തൽക്കാലം പോച്ചിങ്കിയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. നോക്കുവാണെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ടീം നമ്പർ 3ലെ മെമ്പേഴ്സ് മാത്രമാണ് കോച്ചിങ്കി കാണാൻ സാധിക്കുന്നത്. ജോക്കർ കാർത്തിക് വെൽക്കം ടു സ്ട്രീം. ഹായ്, അവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. DC വൈപ്പർ ഫാൻ ഫിനിക്സ് ജോക്കർ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ മെമ്പേഴ്സിനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കി യെസ്നെ പോയിൽ വളരെ നല്ല രീതിയിലുള്ള ക്രൗഡിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ടീം നമ്പർ 6 ഉണ്ട്, 10 ഉണ്ട് ആൻഡ് നമ്മുടെ ടീം നമ്പർ 20ലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ B4M ടീം, ആഷസ് ടീം, നമ്മുടെ ഫിനിക്സ് ടീം ആൻഡ് 1Xലെ മെമ്പേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം
DC വൈപ്പർ ഫാൻ അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി ഡി സിയിലെ മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ DC ആൻഡെക്സ് ആഷസിലേക്ക് ക്രേറ്റോസ് അവിടെ 1x തോമ്പിനെ ആദ്യം തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസ് ക്രേറ്റോസ് ഇന്നലെ ആഷസ് ഓൾറെഡി ചിക്കൻ ഡിന്നർ കൊണ്ടുപോയായിരുന്നു. അപ്പം ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ക്രേറ്റോസ് അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. ആഷസിലെ ഫിയറിയൊക്കെ കാണുന്നുണ്ട്. 1x ഒരു മെമ്പറിനെ നമ്മുടെ ടോംബിനെ എന്തായാലും അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസിലെ ക്രേറ്റോസ് 1x യദു അവിടെ നിൽപ്പുണ്ട്. അദ്വൈത് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർക്ക് അടുത്ത് തന്നെ ഫൈറ്റ് കൊടുക്കാനുണ്ട്. അവിടെ ഗ്രൗണ്ട് സീറോ ആൻഡ് വാർഗോഡ് അവിടെ ഫൈറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ ആൻഡ് വാർഗോഡ് അവരവരുടെ റൊട്ടേഷൻ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് ഡേ ഓഫ് ദ മാച്ച് ആൻഡ് റൂമിൻ്റെ അപ്പോൾ വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ കണ്ടിന്യൂസ് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. ഗ്രൗണ്ട് സീറോൻ്റെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ കില്ലോ ഗ്രൗണ്ട് സീറോ ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കില്ലോയുടെ അടുത്തേക്ക് കയറി ചെല്ലുവാണ്. റേഞ്ചീസിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആഷസ് 1x അദ്വൈതിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DC എന്താ തുറപ്പാ ചേട്ടാ, DC എന്താ ദൈവം, ദി വൈപ്പർ ഇറങ്ങി എല്ലാം തീർന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആഷസിലെ ക്യാപ്റ്റൻ അവിടെ എത്തിയിട്ടുണ്ട്. ആഷസിൻ്റെ സപ്പോർട്ടായി ഫിനിക്സിൻ്റെ മുത്തുമണികൾ അവിടെ നമ്മുടെ യസ്നപ്പോവയിൽ ഏരിയയിൽ നിൽപ്പുണ്ട്. ഫിനിക്സിൻ്റെ മുത്തുമണികൾ ആകെ 2 പേര് കയറിയിട്ടുള്ളൂ. ആഷസ് മെമ്പേഴ്സ് അവിടെ വീണ്ടും ഓരോന്നായിട്ട് കില്ലുകൾ എടുത്തിട്ടുണ്ട്. വാർഗോഡ് ആൻഡ് റേഞ്ചീസിയുടെ ഫൈറ്റാണ് അവിടെ ഓൺ ആയിട്ടുള്ളത്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ നിരന്തരം ഫയർ കൊടുക്കുന്നുണ്ട്. മെർമൻ്റെ ഈ ലൂട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഫിനിക്സ് നൂബിനെ അവിടെ B4Mലെ മെമ്പേഴ്സ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഫിനിക്സ് നൂബ് അവിടെ ഓൾറെഡി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ വാർഗോഡിലെ മെർമൻ്റെ ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വാർഗോഡ് സാംസനെ അവിടെ കില്ലോ ഗ്രൗണ്ട് സീറോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാംസൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ കില്ലോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ വാർഗോഡ് സ്റ്റാഷിനെ നോക്കാം. ഇനി സ്റ്റാഷ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. സ്റ്റാഷിൻ്റെ അടുത്തേക്ക് റേഞ്ചീസ് കയറി വരുന്നു. റേഞ്ചീസിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. റേഞ്ചീസിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കില്ലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കില്ലും കൺഫേം ചെയ്തിട്ടുണ്ട്. കില്ലും അതുവഴി ഓടി വരുന്നുണ്ട്. അപ്പോൾ വാർഗോഡ് ടീമിലെ 2 മെമ്പേഴ്സ് മാത്രമേ ശേഷിക്കുന്നു. കിൽറൈറ്റ് ആൻഡ് സാംസൺ അവിടെ ഫിനിഷേഴ്സ് ആയിട്ടുണ്ട്. ആഷസ് എന്ന് പറയുന്നുണ്ട്. ആഷസ് ടീമിലെ മെമ്പേഴ്സിനെ ഉറപ്പായിട്ടും കാണിക്കാൻ ബ്രോ എന്തായാലും കയറി ചെല്ലാം. ഫിനിക്സിലെ വിക്ക് മാത്രമേ ലൈവായിട്ടുണ്ട്. ഫിനിക്സിലെ ബാക്കി മെമ്പർ ആയിട്ടുള്ള ഫിനിക്സ് നൂബ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും ആഷസ് മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുകയാണ്. 1x 2 മെമ്പേഴ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. 1x മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകൊണ്ടിരിക്കുന്ന ആഷസ് റിജാസ് ആൻഡ് ഇന്നലത്തെ OP പ്ലെയർ ആഷസിൽ റിജാസ് അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോൺ വ്യൂ ഒക്കെ ആക്കി നോക്കുവാണെങ്കിൽ LX മെമ്പേഴ്സ് അവിടെ ജറാറം ടീമുമായിട്ടുള്ളൊരു ഫൈറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഫൈറ്റിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. 1x വളരെ ദൂരത്തിനാണ്. B4M ടീം എവിടെ നോക്കാം. B4M ടീം മെമ്പേഴ്സും അവിടെ അടുത്തായിട്ടുണ്ട്. റിയാസ് ആൻഡ് എംപർ അവിടെ അടുത്തായിട്ടാണ്. DC ദൈവം വൈപ്പർ ഒന്ന് കാണിക്കുമോ എന്ന് യെസ് കോഴ്സ് കാണിക്കും. നമുക്ക് LXൻ്റെ ഫൈറ്റിലേക്ക് കൂടെ പോയിട്ട് വരാം. അപ്പോൾ ZRMലെ റീപ്പ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ZRM മോഹം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. റീപ്പ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. VSS വെച്ചൊക്കെ നിൽക്കുകയാണ്. LXലെ ARLന് അവിടെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു റീപ്പ്. അപ്പോൾ ബാക്കിൽ കൂടെ നമ്മുടെ നിഞ്ച OP ഒക്കെ വരുന്നുണ്ട്. LX ARLന് ഇപ്പോഴും ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഊളിഗൻ മേളിൽ കൂടെ കയറി വരുന്നുണ്ട്. റീപ്പ് ഇതൊക്കെ അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. SN4Xനെ ഒന്ന് സ്പെക്ക് ചെയ്യുമോ? യെസ് ബ്രോ, ഓഫ് കോഴ്സ്. അപ്പോൾ SN4നെ നമുക്ക് സ്പെക്ക് ചെയ്യാം. നമ്മുടെ DC മെമ്പേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. DC വൈപ്പറിനെ കാണേണ്ടവർക്കായിട്ട് DC വൈപ്പറിനെ കാണിക്കാം. DC വൈപ്പർ നമ്മുടെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ ഷോർട്ട് ഗണ്ണൊക്കെ ആയിട്ട് ഓടി നടക്കുന്നേ ഉള്ളൂ. ഷോർട്ട് ഗൺ നമ്മുടെ UMP9 എല്ലാം എടുത്തുകൊണ്ട് ഓടുന്നേ ഉള്ളൂ. UMP9 അല്ലല്ലോ, UMP45 ഇപ്പം. അപ്പോൾ അവരെല്ലാം നോറപ്പോവ ഏരിയയിലാണ് DC വൈപ്പറൊക്കെ നിൽക്കുന്നത്. എന്തായാലും അവരവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ SN4നെ മെമ്പേഴ്സിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SN4ലെ മെമ്പേഴ്സ് ബിലീവർ, ടാർഗേരിയൻ, ടാർഗോ ആൻഡ് സൈക്കോ അവരെല്ലാം നമ്മുടെ ജോർജ് പൂൾ സിറ്റി ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സിറ്റി ഏരിയയിൽ നിൽക്കുന്ന അവരാണ് SN4ലെ മെമ്പേഴ്സ്. T-Godലെ മെമ്പേഴ്സ് അവിടെ അടുത്തുണ്ട്. NOT മെമ്പേഴ്സ് അവിടെ ബ്രൂട്ടലുമായിട്ട് ഫൈറ്റ് എടുക്കുന്നു. നമ്മുടെ F1 ടീമിലെ മെമ്പേഴ്സ് തൊട്ടടുത്തുണ്ട്. അപ്പോൾ 3 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ NOT മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ NOT സ്റ്റഫൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റഫിനൊക്കെ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. നമ്മുടെ ആരാണ് ബ്രൂട്ടലിലെ മെമ്പേഴ്സ്, ബ്രൂട്ടൽ ഗോഡക്സ് ഒക്കെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അയ്യോ, അപ്പോൾ ബ്രൂട്ടൽ ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മാഡ്മാൻ അവിടെ ഒറ്റയ്ക്ക് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. DC വൈപ്പർ കോമ്പറ്റേറ്റീവ് ദൈവം എന്ന് പറയുന്നുണ്ട്. PX എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ബ്രോ, PXനെ കാണിക്കാം. PXലെ മെമ്പേഴ്സ് ഇവിടെ പോച്ചിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. പോച്ചിങ് ഏരിയയിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നത്. ഫുൾ ഓണാണ്. അവർ ലൂട്ടുകൾ പോച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. PXലെ മെമ്പേഴ്സ് അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്ക് എതിരാളികളൊന്നും തൊട്ടടുത്തെങ്ങും കാണുന്നില്ല. DC മെമ്പേഴ്സിനും എതിരാളികളെ ഒന്നും കാണുന്നില്ല. MTX അവിടെ 2 ഫ്ലെയർ ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് നമ്മുടെ കില്ലോ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയെന്ന് തോന്നുന്നു. അല്ല, ഹോക്ക് റൈഡർ ആൻഡ് മാഡ് മാക്സ് ഒപ്പം ഉണ്ട്. അപ്പോൾ റേഞ്ചീസിനെ അവർക്ക് നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ വാർഗോഡ് ആദ്യം തന്നെ എലിമിനേറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഫൈറ്റിൽ നിന്ന്. അതോടൊപ്പം തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ആഷസിൻ്റെ അടുത്തേക്ക് പോകാം. നമുക്ക് ആഷസിൻ്റെ ബാക്കി ഫൈറ്റ് നോക്കുവാണെങ്കിൽ ആഷസിൻ്റെ അടുത്ത് B4M ടീമുണ്ട്. 1xലെ മെമ്പേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ ബാക്കി മെമ്പേഴ്സിനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻ ഫീസ് ആസ് യൂഷ്വൽ.
അപ്പോൾ നമ്മൾ തിരിച്ച് കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. DC വൈപ്പർ വീർ അൻവിൻ ഷാജി എത്തിയിട്ടുണ്ട് നമ്മുടെ സപ്പോർട്ടുമായിട്ട്. അൻവിൻ ഷാജി വെൽക്കം ടു സ്ട്രീം. അപ്പോൾ അൻവിൻ്റെ ചാനൽ ലിങ്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ. ആഷസ് ബ്രോ വൈപ്പർ പ്രോ ആണ്, ഷൗട്ട് ഔട്ട് കൊടുക്കുമോ DC വൈപ്പറിന്? എൻ്റെ പൊന്നെ പോലെ ഈ വൈപ്പർ കൊടുത്തിട്ട് വേണോ DC വൈപ്പറിന് ഷൗട്ട് ഔട്ട് കിട്ടാൻ? DC വൈപ്പറിനൊക്കെ നമ്മളൊന്ന് ഷൗട്ട് ഔട്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. വൈപ്പറിനെ കൊണ്ട് നമുക്കൊരു ഷൗട്ട് ഔട്ട് തരിപ്പിക്കാം വെട്ടിവെച്ചിട്ടെങ്കിലും. അപ്പോൾ നമ്മൾ മാച്ചിലേക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടനായി തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാച്ചിനുള്ളിലേക്ക്. അപ്പോൾ എന്തും സംഭവിക്കാം. ഇറങ്ങുമ്പോൾ 14 ടീംസ് ആയിരുന്നു. അപ്പോൾ ഈ കയറി ചെല്ലുമ്പോൾ എത്ര ടീംസ് ഉണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും കയറി ചെല്ലുമ്പോൾ അറിയാം. DC വൈപ്പർ വീർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആൻവിൻ ഷാജി. അപ്പോൾ നമ്മുടെ F1 നോവനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. F1 നോവയൊക്കെ അവിടെ ഡൗൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ F1 ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ബ്രൂട്ടലുമായിട്ട്. ബ്രൂട്ടലിലെ മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബ്രൂട്ടലിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ടീം മെമ്പേഴ്സ് 17 2 മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നത്. NOT സ്റ്റാഫൊക്കെ അവിടെ നിൽക്കുന്ന കാണാം. NOT സ്റ്റാഫിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. NOT സ്റ്റാഫ് ഒറ്റയ്ക്കേ ഉള്ളതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ 2 മെമ്പേഴ്സിനെ അവിടെ ആക്ച്വലി കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയത്തില്ല, നോക്കട്ടെ ഒരു മിനിറ്റ്. അപ്പോൾ NOTയിലെ കിക്കും അവിടെ അടുത്ത് തന്നെ ഉണ്ട്. NOTയിലെ സ്റ്റഫ് അവിടെ അടുത്തുണ്ട്. സ്റ്റഫ് അവിടെ കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി NOTയിലെ മാഡ്മാനുമായിട്ടുള്ള ഫൈറ്റ് എടുക്കാൻ ആര് വിജയിക്കുമെന്ന് അറിയത്തില്ല. NOT സ്റ്റഫ് ഒറ്റയ്ക്ക് കയറി റഷ് ചെയ്യാൻ ചാൻസ് അവിടെ കാണുന്നുണ്ട്. സ്റ്റഫ് അവിടെ കടന്നിട്ടൊക്കെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എന്തായാലും നമ്മുടെ നോവനെ റിവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം NOT കിക്ക് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. കിക്കിൻ്റെ അടുത്തേക്ക് പോകാം. കിക്ക് എവിടെ? എൻ്റെ ലിങ്ക് ഈ SMS-ൽ നിന്ന് എടുക്കാവോ? അത് നടക്കത്തില്ല ബ്രോ. അപ്പോൾ നമ്മുടെ ആഷസിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത ആഷസിലേക്ക് പോകാം. ആഷസിൽ B4 ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ചെന്ന് നോക്കുകയാണെങ്കിൽ B4 ഡിസ്പാറ്ററൊക്കെ അവിടെ മോളിക്കുള്ളിൽ കിടന്ന് തീ കത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആഷസ് റിജാസിനെ അവരുടെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കണ്ടിന്യൂസ് ഫൈറ്റ് റിജാസിൻ്റെ അടുത്ത് മനോഹരമായി നേടിയിട്ട് റിജാസ് ഊപ്പി പ്രകടനമാണ് മോനെ. 2 ദിവസം കൊണ്ട് റിജാസ് ഒരു രക്ഷയില്ല. ആഷസിലെ റിയാസിനെയൊക്കെ ഡൗൺ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. റിജാസ് കയറി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ മറന്നില്ല. അപ്പം ഡിസ്പാറ്റർ B4 ആഷസ് SRനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസിലെ റിജാസിനെ അവിടെ റിയാസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എംപറർ B4 അവിടെ ഫയർ കൊടുത്ത് ആഷസിലെ ക്രേറ്റോസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസിലെ ഫിയർ FTW മാത്രം ശേഷിക്കുന്നു. ഫിയറിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്പാറ്ററിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എംപറർ B4 ലോ എഫ്റ്റിലാണ്. എംപറിനെ സ്പോട്ട് ചെയ്തിട്ട് അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. ഫിയറിൻ്റെ അവിടെ ഒരു ക്രൗച്ച് ഡൗൺ ഷോട്ട് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിയർ FTW അവിടെ എംപറുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. റിയാസ് അവിടെ കയറി ചെന്നുകൊണ്ട് റിയാസോട് അവിടെ ഫയർ കൊടുത്ത് ആഷസ് ടീമിനെ അവിടെ B4 ടീം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പം എന്തായാലും മനോഹരമായിട്ട് തന്നെ പൊരുതി നിൽക്കുമായിരുന്നു ആഷസ് ടീം. പക്ഷേ അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. എന്തായാലും ഫിനിക്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ഫിനിക്സിലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് എന്തായാലും ബ്രോ. അപ്പോൾ DC വൈപ്പറിനെ ഒന്നുകൂടെ കാണിച്ചേക്കാൻ DC വൈപ്പർ ഫാൻസിന് വേണ്ടി ഇതാണ്. DC വൈപ്പർ വീണ്ടും വണ്ടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. ആശാൻ പറന്നൊക്കെ നടക്കുന്നുണ്ട്. വണ്ടിയിടയ്ക്കൊക്കെ മേളിലൂടെയൊക്കെ പറന്നെടുക്കുന്നുണ്ട്. ഇത് DC വൈപ്പർ നിങ്ങൾ കൈ സമർപ്പിക്കുന്നു ഫിനിക്സ് വൈപ്പർ. എന്തായാലും DC വൈപ്പർ ഉയർ. അപ്പോൾ നമുക്ക് LX ടീമിൻ്റെ അടുത്തേക്ക് പോകാം. LX ടീമിൻ്റെ അടുത്ത് PX ടീമിൻ്റെ അടുത്തുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. LX ആൻഡ് PX തമ്മിലുള്ള ഫൈറ്റിലേക്ക് നമുക്ക് കയറാം. LX ഹൂളിഗൻ, LX ARL, VPT ആൻഡ് നിഞ്ച OP അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഷസാം പങ്ക് ആൻഡ് ഡ്യൂഡിൻ്റെ അടുത്തേക്ക്. അപ്പോൾ 2-3 പേരും ഒരു കോമ്പൗണ്ടിനുള്ളിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ഏകദേശം അത്യാവശ്യം നല്ല ദൂരത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ് നമുക്ക് മെമ്പേഴ്സ്. അവർ നല്ല ഫയറിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഷസാം PXനെ അവിടെ LXലെ ഹൂളിഗൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മിനി വെച്ചുള്ളൊരു മനോഹരമായ സ്പ്രേയിൽ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അവിടെ നിഞ്ച OP അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഷസാമിൻ്റെ അടുത്തേക്ക് നോക്കി പങ്ക് അവിടെ DP വെച്ചുള്ള ഒരു ഫയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ VPTക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. LXലെ ARLൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ PXലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നുണ്ട്. സാഡായി ആഷസ് പ്രൊഫസർ എന്ന് പറയുന്നുണ്ട്. റിയാസ് പണ്ടേ OP ആണ് ആഷസ് പ്രൊഫസർ. യെസ് ബ്രോ. പക്ഷേ ഇന്ന് ക്ലച്ച് എടുക്കാൻ സാധിച്ചില്ല. ഇന്നലെ എടുത്ത മാതിരിയുള്ള ക്ലച്ച് ഇന്ന് എടുക്കാൻ സാധിച്ചില്ല അവർക്ക്. അപ്പോൾ LX ഹൂളിഗനൊക്കെ അവിടെ സ്മോക്കൊക്കെ ഇട്ട് കയറി വരാനുള്ള ശ്രമത്തിലാണ്. തൊട്ട് ഫ്രണ്ടിൽ പങ്ക് PXനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷസാം അവിടെ റിവൈവ് ആയിട്ടുണ്ട്. LXലെ മെമ്പേഴ്സ് എല്ലാം കൂടെ ഒന്ന് സ്പോട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ PX ടീമുമായിട്ടുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MT എക്സ്പെക്ട് ചെയ്യൂ ബ്രോ. യെസ് MTX ഡബിൾ. MTX ടീം അവിടെ മിലിറ്ററി ബേസ് ഏരിയയിൽ നിൽക്കുകയാണ്. MTSലെ റീഗാൾ, ജോൺ ഗ്ലാൻ ആൻഡ് നമ്മുടെ ഗോട്ടി, അതേപോലെ ബുദ്ധ എല്ലാവരും അവിടെ ഡ്രോപ്പൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയായിരുന്നു. നമ്മുടെ റീഗൽ 2 ഡ്രോപ്പ് MK14 വെച്ച് ഓടുന്നുണ്ട്. ഓഗുണ്ട് കയ്യിൽ, റീഗാളുടെ കയ്യിൽ. അതേമാതിരി തന്നെ 2 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗോട്ടിനെയൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടിയിലൊക്കെ പോകുന്നേ ഉള്ളൂ. ആശാന്മാരെ ഗോട്ടി ബുദ്ധ എല്ലാം വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുന്നുള്ളൂ. DC ടീം തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർ ഇനി വൈപ്പർ
സാറിൻ്റെ കളി കാണാം. ഓക്കെ, ആഷസ് പ്രൊഫസർ എന്തായാലും ആഷസ് ടീം വൈപ്പായി. ഇനി വൈപ്പർ സാറിൻ്റെ കളി കാണാൻ നോക്കുക. അപ്പോൾ F1 ടീം മെമ്പേഴ്സ് ഇപ്പോഴും ഫൈറ്റ് എടുക്കുന്നു. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി? എന്തായാലും ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടുന്ന് പോയോ? എന്താണ് സംഭവിച്ചത്? എന്തായാലും ഒരു ഫയറിംഗ് കാണുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഇല്ല, അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഫൈറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ F1 മെമ്പേഴ്സിനെതിരെ ഫയർ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാഡ് മാക്സിനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സോണിന് വെളിയിൽ നിന്നാണ് ഈ ഫൈറ്റിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സോണിൻ്റെ ഡാമേജ് ഒപ്പം തന്നെ കിട്ടുന്നുണ്ട്. ബാൻഡേജും കാര്യങ്ങളും ഫൈറ്റിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഡ് മാക്സ് GCക്ക് അവിടെ ബാക്കിൽ നിന്ന് F1 റെയിനും റമി അവിടെ DP വെച്ചുള്ളൊരു സ്പ്രേ കൊടുക്കുന്നുണ്ടായിരുന്നു മാഡ് മാക്സ് ഗ്രൗണ്ട് സീറോയ്ക്കൊക്കെ. അപ്പം അവിടെ നമ്മുടെ ഹോഗ് റൈഡർ കയറി വരുന്നുണ്ട്. ഹോഗ് റൈഡർ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോഗ് റൈഡറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹോഗ് റൈഡറിന് നല്ല ഡാമേജ് കിട്ടുന്നു. ഹോഗ് റൈഡർ തിരിച്ച് മനോഹരമായ സ്പ്രേ ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് സപ്രസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോട്ട്. ഹോഗ് റൈഡറിൻ്റെ അടുത്തേക്ക് നേടും കാര്യങ്ങളും വലിച്ചെറിയാനായിട്ട് നേടുകളൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും ഹോഗ് റൈഡർ കയറി വരാനുള്ള ശ്രമത്തിലാണ്. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് സീറോയിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. C10 നോയെ അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ബാക്കി ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സോണിൽ നിന്ന് അടുത്ത ഡാമേജ് എന്ന് കൊടുക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്നത്. F1 മാഡ്മാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹോഗ് റൈഡർ ഇപ്പോഴും സോണിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വൈപ്പർ ഫാൻസ് എല്ലാം ലൈക്ക് അടിക്കുക ഗൈസ് എന്ന് പറയുന്നുണ്ട്. യെസ് ഓഫ് കോഴ്സ് ഗൈസ്, വൈപ്പർ ഫാൻസ് എല്ലാം ഒന്ന് ലൈക്ക് അടിച്ചേ. അപ്പോൾ LX ആൻഡ് PX മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുള്ളൂ. നേടും കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. നമ്മുടെ LX നിഞ്ച ഒപ്പി അവിടെ കുറേ നേടുകളൊക്കെ അടുത്ത് തുര വാരി എറിയുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷെസാമിൻ്റെ അടുത്തേക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ സ്വന്തം അടുത്തും വീഴുന്നുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നിഞ്ച OP ഒറ്റയ്ക്ക് കയറി ചെന്നിട്ടുണ്ട്. LX ഹൂളിഗൻ തൊട്ട് താഴെയുണ്ട്. അപ്പോൾ പങ്ക് PX ആൻഡ് LX ARL അവിടെ ഉണ്ട്. ഇപ്പോൾ നിഞ്ച OP മനോഹരമായിട്ട് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പങ്കിന് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൂളിഗൻ കയറി വരുന്നുണ്ട്. LX ARL കയറി വരുന്നുണ്ട്. ARL സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡ്യൂട്ട് PX അവിടെ ARL സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഹൂളിഗൻ കയറി വരുന്ന അടുത്ത ഹൂളിഗനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൂളിഗനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇനി നിഞ്ച OP മാത്രം. നിഞ്ചയ്ക്ക് അടുത്തേക്ക് ബാക്കി മെമ്പേഴ്സ് കയറി റഷ് ചെയ്യുന്നു. പങ്ക് PX ഒക്കെ അവിടെ കയറി ചെല്ലുവാണ്. നിഞ്ച OPനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിഞ്ച അവിടെ നിന്ന് ചാടി, പക്ഷേ നിഞ്ചനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് നിഞ്ചനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മെമ്പർ കൂടെ ഉണ്ടല്ലോ അവരുടെ. LXന്റെ VPT മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. VPT ഇപ്പോഴും കയറി ചെന്നിട്ടില്ല. അപ്പോൾ ഈ സമയം VPT അവിടെ VSS വെച്ചൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർ കൊടുക്കാൻ. എന്തായാലും VSS വെച്ചുള്ള ഫയറിംഗ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നടന്നില്ല. M416 കിട്ടിയാൽ ഹാഫ് സെർവർ വൈപ്പ് ചെയ്യും വൈപ്പർ. ഓക്കെ, യെസ് ബ്രോ, വൈപ്പർ ഫാൻസ് എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ DC മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. DC മെമ്പർ അടുത്ത ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടിയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. DC വൈപ്പർ, ഡെഡ് പൂൾ, ഹോണറ്റ് ആൻഡ് എപ്പിക് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. DC മെമ്പേഴ്സ് മിൽട്ട ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പം മിൽട്ട ഏരിയയിലുള്ളവർ സാവധാൻ. DC വൈപ്പർ ഇൻ ദ ഹൗസ്. അപ്പോൾ ഗ്രൗണ്ട് സീറോ ആൻഡ് F1 തമ്മിലുള്ള ഫൈറ്റ് എന്തുവായെന്ന് നോക്കാൻ നമുക്കിത് വീണ്ടും തിരിച്ചു പോയിട്ട്. അപ്പോൾ T-God ഒരു ഫൈറ്റ് എടുക്കുന്നുണ്ട്. T-God ഫാൻസിന് വേണ്ടി T-God 69 അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. T-Godലെ മെമ്പേഴ്സ് അവിടെ കില്ലുകളൊന്നും കിട്ടിയില്ല. അപ്പം എന്തായാലും ആശാന്മാർ അവിടെ സോണിന് വെളിയിലാന്ന് തോന്നുന്നു. സോണിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ടീം LX SN4 സ്പെയർ ചാത്തൂനെയൊക്കെ ഡൗൺ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ ഫൈറ്റ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ സ്പെയറിൻ്റെ അടുത്തേക്ക് പോകാം. സ്പെയറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ എത്തിയില്ല. എന്തായാലും MTX മെമ്പേഴ്സ് അവിടെ സോണിനുള്ളിലേക്ക് പോകുന്നു. സ്പെയറിലെ റാംബോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. SN4 എനിക്ക് ആ ഫൈറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. എന്താണ് SN4 ടാർഗറ്റിനൊക്കെ അവിടെ ഓടി ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മേളിൽ 2-3 വണ്ടി കിടക്കുന്നു. 1X യദു കയറി വരുന്നുണ്ട്. 1X യദുവിൻ്റെ അടുത്തേക്ക് ഫയർ കൊടുക്കാൻ ശ്രമിക്കുകയാണ് ടാർഗറിയൻ അവിടെ ഓപ്പൺ നിൽക്കുകയാണ്. യദുവിനൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. യദുവിന് M14 വെച്ച് മിനി 14 വെച്ചുള്ള ഒരു ഫയറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1X മെമ്പേഴ്സ് അവിടെ അടുത്ത് തന്നെ കാണുന്നു. 1X എഡ്ഗറൊക്കെ അവിടെ ഹീൽ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കി മെമ്പേഴ്സ് ചാത്തൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് നിന്ന് ഫയറിംഗ് ആണ്, കണ്ടിന്യൂസ് ഫയറിംഗ്. 1X ടോംബ് ഓൾമോസ്റ്റ് ലോ HP-ലാണ് നിൽക്കുന്നത്. എന്തായാലും ബിലീവറിനെ സ്പോട്ട് ചെയ്ത് യദു അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബിലീവർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ DC മെമ്പേഴ്സ് ഉണ്ട്. DC മെമ്പേഴ്സ് ഇവിടെ അടുത്തൂടെ തന്നെ പോകുന്നതായിരിക്കും എപ്പോൾ വേണേലും. അപ്പോൾ നമ്മുടെ ബാക്കി 1X എഡ്ഗറൊക്കെ അവിടെ കയറി ചെല്ലുന്നു. 1X യദുവൊക്കെ അവിടെ കയറുന്നുണ്ട്. ടോംബ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടോംബ് അവിടെ നിന്ന് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടോംബ്. അപ്പോൾ SN4 ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഫൈറ്റിംഗ് നീളുന്നു. അപ്പോൾ 1X മെമ്പേഴ്സ് അവിടെ കയറി വേറൊരു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 വീടുകളിലേക്ക് നേടുകൾ ചന്നം ഭിന്നം ചെയ്യുന്നുണ്ട്. B4M റിയാസ് അമലിനെ ഡൗൺ ചെയ്തിട്ടുണ്ട് സ്വന്തം നേടിൽ. അപ്പോൾ B4M ടീം മെമ്പേഴ്സ് പരസ്പരം നേടുകളൊക്കെ ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നേടുകളുടെ കൂമ്പാരങ്ങൾ തന്നെ പോകുന്നു. സൈക്കോയുടെ അടുത്തേക്കൊക്കെ നേടുകൾ എത്തിയിട്ടുണ്ട്. ഡാമേജുകൾ പക്ഷേ ആർക്കും കിട്ടിയിട്ടില്ല. 1X യദു ആൻഡ് എഡ്ഗർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. 1X ടോംബ് ഇപ്പോഴും ഉള്ളൂ. എന്തായാലും നമ്മുടെ T-Godലെ മെമ്പേഴ്സ് അവിടെ സോണിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അവരുടെ അടുത്തേക്ക് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട്
അതോടൊപ്പം തന്നെ ഈ ഫൈറ്റ് ഇപ്പോൾ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നില്ല, ആരെയും ഫയർ കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരുടെയിലുള്ള നേറ്റ് പവർ എല്ലാം തീർന്നെന്ന് തോന്നുന്നു. കണ്ടിട്ട് ആൾക്കാരെല്ലാം ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫൈറ്റിംഗ് അങ്ങോട്ട് പുരോഗമിക്കുന്നില്ല. വൈപ്പർ സർ വരും, എല്ലാം ശരിയാകും എന്ന് പറയുന്നുണ്ട്. വൈപ്പർ സർ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ മിൽട്ട റീജിയനിൽ. അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. LXലെ VPT ഇപ്പോഴും സോണിൽ കയറാണ്ട്. PX മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാണ്ട്. MTX മെമ്പേഴ്സ് അവിടെ B4M ടീമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. MTXലെ ലോഗനൊക്കെയാണെന്ന് തോന്നുന്നു B4M ടീംസിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. എന്തായാലും ലോഗൻ അവിടെ ഓപ്പണിൽ നിൽക്കുകയാണ്. തൊട്ടടുത്ത് B4Mലെ മെമ്പേഴ്സിനെ കാണാൻ, തൊട്ടടുത്ത കോമ്പൗണ്ടിൽ B4M മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. MTX റിഗാൽ ആൻഡ് ജോൺ ഗ്ലാൻ ആണ് അവിടെ നിൽക്കുന്നത്. B4M എംപററൊക്കെ ഇത് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഡിസ്പാറ്ററൊക്കെ അവിടുന്ന് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. റിയാസ് B4M വണ്ടി എടുക്കാനായിട്ട് വരും. അപ്പോൾ എന്തായാലും അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ MTX മെമ്പേഴ്സ് ആൻഡ് B4M മെമ്പേഴ്സ് തമ്മിലുള്ള ഫയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ MTX ജോൺ ഗ്ലാനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. B4M എംപറർ അതേമാതിരി തന്നെ ഗോട്ടി അവിടെ സ്മോക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഗോട്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് നോക്കാൻ സാധിക്കുകയാണ് വൈപ്പർ പേടിയുള്ളവർ എന്തെങ്കിലും കുഴി പോയി ഒളിച്ചോ എന്തോ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ഫയർ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കണ്ടിന്യൂസ് ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. B4M മെമ്പേഴ്സിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ഫയറിംഗ്. B4 എംപറർ ആൻഡ് SEOMൽ കയറി വരുന്നുണ്ട്. അതേമാതിരി B4Mൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അത് എവിടെ പോയി എന്നറിയത്തില്ല. എന്തായാലും ബാക്കി 3 മെമ്പേഴ്സ് കയറി പുഷിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SEOMലൊക്കെ ഓടിച്ചെല്ലുകൊണ്ടിരിക്കുന്നത്. എംപറർ B4M എടുത്ത് റിഗാൽ ആൻഡ് ബുദ്ധ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. റിഗാലിൻ്റെ അടുത്തേക്ക് ഫയറിംഗ് കൊടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ B4Mലെ മെമ്പേഴ്സിന് എംപററിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോൺ ഗ്ലാൻ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. B4Mലെ 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഗോട്ടി ഇപ്പോഴും ദൂരെ നിന്ന് ഹോൾഡിൽ നിന്ന് ഫയർ കൊടുക്കുന്നേ ഉള്ളൂ. SEOM ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ, അവിടെ സ്ട്രേ ചെയ്യുന്നേ ഉള്ളൂ. ബുദ്ധയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിഗാൽ വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. ജോൺ ഗ്ലാൻ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ജോൺ ഗ്ലാൻ അവിടെ ഡൗൺ ആവുന്നില്ല. SEOMൽ B4Mലെ എംപറർ ആൻഡ് റിയാസ് അവിടെ ഡൗൺ ചെയ്യുന്ന SEO അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി B4M ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടുന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം MTX ടീം മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പൊരുതി B4Mനെ അവിടുന്ന് വൈപ്പ് ചെയ്തേക്കുകയാണ്. അൻവിക്ക് ഫാൻസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാക്കി MTX ടീമിന് അവിടെ സോണിൽ കറണ്ടായിട്ടുണ്ട്. SN4 ആൻഡ് നമ്മുടെ 1X തമ്മിലുള്ള ഫൈറ്റ് എന്തുവായെന്ന് നോക്കാം. SN4ലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1Xലെ ടോംബ് ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ഓൾ ചാറ്റിൽ ദയവ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. നമ്മുടെ ഓൾ ചാറ്റിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ദയവ് ചെയ്ത് ഓൾ ചാറ്റിൽ നിന്ന് മൈക്ക് ഓഫ് ചെയ്യേണ്ടതാണെന്ന് എല്ലാവരോടുമുള്ള റിക്വസ്റ്റ് നമ്മൾ വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ SN4 ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കും. 1Xലെ 2 മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തോമ്പും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അപ്പം ഡ്യൂഡ് PX ഒക്കെ തൊട്ട് ബാക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്യൂഡ് PXനെയൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഹോഗ് റൈഡറൊക്കെ അവിടെ എത്തി നോക്കാം. ഹോഗ് റൈഡറൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പരസ്പരം ഏത് 2 വണ്ടികൾ അവിടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും ഡ്രോപ്പൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ സോണിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് F1 ടീമിലെ മെമ്പേഴ്സ് സോണിനുള്ളിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. LXലെ VPT അവിടെ സോണിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. T-Goldലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് നേരെ ചെന്ന് ഫൈറ്റ് ആരുടെ എടുക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ DC ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് LX ടീം മെമ്പർ കയറി വരുന്നുണ്ട്. LXലെ ബെർലിനെയൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബെർലിൻ എപ്പോഴും അവിടെ വണ്ടിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്താണ് കയറി ചെന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഫയറിംഗ് LXലെ ബീറൂസിനൊക്കെ അവിടെ ഫയറിംഗ് കൊടുക്കുന്നുണ്ട്. DC മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു അവിടെ കട്ട ഫയറിംഗ്. LMX ബെർലിൻ്റെ കാറിൽ വെച്ചുള്ള സ്പ്രേ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ DC വൈപ്പർ ഫാൻസ് കണ്ടോളൂ. DC വൈപ്പറിൻ്റെ ഒരു പോരാട്ടമാണ് കണ്ടിരിക്കുന്നത്. LMXലെ 2 മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഗോസ്റ്റ് ആൻഡ് ബീറൂസ് അവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഗോസ്റ്റ് അവിടെ വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. ബീറൂസ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ബീറൂസ് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ബീറൂസ് അവിടെ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുകയാണ്. DC മെമ്പേഴ്സ് ഇപ്പോഴും ഒരു ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അപ്പോൾ DC മെമ്പേഴ്സിൻ്റെ കണ്ടിന്യൂസ് ഫൈറ്റിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. LMXലെ മെമ്പേഴ്സിനെ അവിടെ തുരത്തി ഓടിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വരണ്ട, ഈ ഏരിയയിൽ വരണ്ട, ഞങ്ങളിവിടെ ഞങ്ങളുടെ സാമ്രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ DC മെമ്പേഴ്സ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ LMX ടീം മെമ്പേഴ്സ് വേറൊരു കോമ്പൗണ്ട് ലക്ഷ്യമാക്കി പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വൈപ്പർ എവിടെ ഉള്ളതെന്ന് കാണിക്കുമോ വൈപ്പറെ? അപ്പോൾ എന്തായാലും കാണിച്ചിട്ടുണ്ട്. വൈപ്പറിൻ്റെ ഒക്കെ ഫൈറ്റ് നമ്മൾ മിസ്സാക്കുമോ? എന്തായാലും T-Godലെ മെമ്പേഴ്സിനെ നോക്കാം. അടുത്ത T-Godൻ്റെ മെമ്പേഴ്സ് SN4ൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും ചട്ടപ്പട്ട എന്താണിത്? ഓക്കെ, വേറൊരു സ്ക്വാഡ് ഹൗസിലാണ് എത്തിയിരിക്കുന്നത്. 1Xലെ മെമ്പേഴ്സൊക്കെ എപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവിടുത്തെ ഫൈറ്റ് ഇവിടെ ദൂരെ നിന്ന് സിംഗിൾ ടാപ്പ് ഇട്ട് ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. LMX മെമ്പേഴ്സ് എല്ലാം അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ഫൈറ്റ് കാണണമെങ്കിൽ സോൺ ഒന്ന് നല്ല രീതിയിൽ ചുരുങ്ങേണ്ടതുണ്ട്. 1Xലെ എഡ്ഗർ അവിടെ അവസാനം അറ്റ് ലാസ്റ്റ് 1Xലെ എഡ്ഗർ അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. SN4ലെ ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. 1X ടീം മെമ്പേഴ്സ്
നോക്കാം. 1x എഡ്ഗർ അവിടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. SN4 BTC അവിടെ ഡൗൺ ആയിരുന്നു, അപ്പോൾ റിവൈവ് ആയിട്ടുണ്ട്. 1x എഡ്ഗർ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തല്ല 2 പേര് ചേർന്ന് 4 പേരുള്ള സ്ക്വാഡിനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഡ്ഗർ ഇപ്പോഴും കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എഡ്ഗർ ഒറ്റയ്ക്ക് ഓടി ചെന്നുകൊണ്ടിരിക്കുന്നു. എഡ്ഗർ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എഡ്ഗർ SN4 മെമ്പേഴ്സ് മേലിൽ കൂടെ കയറി വരുന്നുണ്ട്, വണ്ടിയൊക്കെ അടിക്കുന്നുണ്ട്. വണ്ടിയുടെ ഡാമേജും അപ്പോൾ SN4 എഡ്ഗർ മനോഹരമായിട്ട് തന്നെ പൊരുതുന്നു. അപ്പോൾ 1x എഡ്ഗർ അവിടെ മനോഹരമായിട്ട് തന്നെ വരുന്നു. ബാക്കി SN4 ടാർഗെറിനെ അവിടെ നിൽപ്പുണ്ട്. ടാർഗെറിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. 1x എഡ്ഗറിന് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. M16 വെച്ചുള്ള വണ്ടി പൊട്ടിച്ച് ഇനിയും ബാലൻസ് നോക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ തോമ്പൂട് അവിടെ എത്തിയതോടുകൂടി എല്ലാം ശരിയാവുന്നു. അപ്പോൾ എന്തായാലും ടോമിൻ്റെ അടുത്തേക്ക് കൂടെ കയറി ചെന്നിട്ടുണ്ട്. 1x മെമ്പേഴ്സ് SN4 ഓരോരോ മെമ്പേഴ്സിനായിട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4v2 ക്ലച്ച് ആയിരുന്നു, എന്തായാലും അത് 4v3 ക്ലച്ച് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. T-ഗോഡിലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ T-ഗോഡിലെ മെമ്പേഴ്സ് എപ്പോൾ വേണമെങ്കിലും തേർഡ് പാർട്ടി അടിക്കാൻ ചാൻസ് ഉണ്ട്. T-ഗോഡിലെ മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ T-ഗോഡ് തൊട്ട് മേളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം 1x ഹോൾഡ് ചെയ്തിരുന്ന കോമ്പൗണ്ടിലേക്ക് T-ഗോഡ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. T-ഗോഡിലെ മെമ്പേഴ്സ് ഫയറിംഗ് ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാ ടീംസിനും സോണിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രൗണ്ട്സ് എസ്പെഷ്യലി DEC മെമ്പേഴ്സ്, ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ്, നമ്മുടെ LMX മെമ്പേഴ്സ്, DEC ഹോണറ്റൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ചേസിങ് ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല. DEC ഹോണറ്റ് ഡെഡ് പൂൾ എല്ലാം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ വണ്ടി എടുത്ത് വിട്ടിട്ടുണ്ട് സോണിലേക്ക്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ DEC വൈപ്പറിനെ നോക്കുകയാണെങ്കിൽ വൈപ്പറും അടുത്ത എപ്പിക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. DEC വൈപ്പർ ഇപ്പോഴും LMX ടീമിൻ്റെ കൂട്ടത്തിൽ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് തൊട്ട് പുറകെ ഉണ്ടെന്ന് തോന്നുന്നു, അവർ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും DEC മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. 1x മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന T-ഗോഡ് ടീമിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ 1x മാഡ് മാക്സ് ടീം PX ടീമിൻ്റെ സൈഡിൽ കൂടെ എന്തായാലും പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ LX മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DEC ടീം മെമ്പേഴ്സ് അവിടെ ഒരു കോമ്പൗണ്ട് എത്തിയിട്ടുണ്ട്. ചെന്നപാടെ തന്നെ LMX സൈക്കോയ്ക്ക് ഇപ്പോൾ LMX ടീമിൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. DEC വൈപ്പറിന് അവിടെ അത്യാവശ്യം ഡാമേജ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തായാലും നിൽക്കുകയാണ്. അപ്പോൾ 1x മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നീ എപ്പിക്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് മിസ് ചെയ്യേണ്ട. അപ്പോൾ DEC വൈപ്പറിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് സ്പോട്ട് ചെയ്യാം. DEC വൈപ്പറൊക്കെ ഓടി ചെല്ലുകൊണ്ടിരിക്കുകയാണ്. LMX മെമ്പേഴ്സ് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എല്ലാം വണ്ടിയുടെ പുറകെ നിന്ന് LMX മെമ്പേഴ്സിനെ ഫയർ കൊടുക്കുന്നു. DEC വൈപ്പർ ഓൾമോസ്റ്റ് 10 HP. DEC വൈപ്പറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഗോസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. DEC ഡെഡ് പൂൾ അവിടെ LMS ബീറൂസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോണറ്റ് അവിടെ ചെല്ലുന്നുണ്ട്. ഓപ്പണിൽ നിൽക്കുകയാണ് വൈപ്പർ. അപ്പോൾ അതേമാതിരി ടീം നമ്പർ 19 തൊട്ടടുത്തൂടെ കയറി ചെല്ലുന്നതാണ്. DECയിലെ ബാക്കി ഡെഡ് പൂൾ ആൻഡ് എപ്പിക് അവിടെ കയറി ചെല്ലുന്നത്. DEC വൈപ്പറിനെ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റ് LMXലെ ഗോസ്റ്റ് അവിടെ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഗോസ്റ്റിൻ്റെ അടുത്തേക്ക് ഡെഡ് പൂൾ കയറി ചെല്ലുന്നുണ്ട്. ഡെഡ് പൂളിനെ സ്പോട്ട് ചെയ്ത് LMX ഗോസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റിൻ്റെ മനോഹരമായ പ്രകടനം. ഗോസ്റ്റ് ഒറ്റയ്ക്ക് അവിടെ എപ്പിക് അടുത്തുണ്ട്. എപ്പിക്കിൻ്റെ അടുത്തേക്കാണ് M16 വെച്ചുള്ള സ്പ്രേ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും മനോഹരമായിട്ട് തന്നെ M16 LMX ഗോസ്റ്റിനെ കൂടെ ഫിനിഷ് ചെയ്തുകൊണ്ട് DEC ടീം അവിടെ അപ്പെട്ടിട്ടുണ്ട്. അപ്പം DEC ടീമിനെ നോക്കുകയാണെങ്കിൽ വൈപ്പറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ MVP പ്ലെയർ വൈപ്പറിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഫിനിഷായ പാടെ നമുക്ക് വീണ്ടും അടുത്ത ഫൈറ്റിലേക്ക് പോകാം. നമ്മുടെ T-ഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. T-ഗോഡിൻ്റെ ഫൈറ്റിൽ T-ഗോഡ് ഹബീബിയൊക്കെ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. T-ഗോഡ് ഹബീബി 1xലെ പ്ലേയേഴ്സ് പങ്ക് PX എല്ലാം ഹോക്ക് റൈഡർ GC അവിടെ പങ്ക് PXനെ ഡൗൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഫൈറ്റ് ഇപ്പോഴും അവിടെ ദൂരെ നിന്നുള്ള ഫൈറ്റുകൾ നടക്കുന്നുള്ളൂ. നമ്മൾ നേരെ PX ടീമിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ PX ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നത് ഫിനിഷ് ആയിട്ടുണ്ട്. DEC ഹോണറ്റ് അവിടെ LMXലെ പ്ലേയേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ ആയിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും മാഡ് മാക്സ് GC അവിടെ MTX ബുദ്ധ ഡൗൺ ചെയ്തിട്ടുണ്ട്. MTX ബുദ്ധ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിനെതിരെ ഫയറും കൊടുത്തുകൊണ്ടിരിക്കുന്ന MTX ബുദ്ധ തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ LMX മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ റിവൈവിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ തന്നെ സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുന്ന MTX ബുദ്ധേനെയാണ് 6x വെച്ച് വൈപ്പർ സർ വീണതല്ല ഗായ്സ്, സാഷ്ടാംഗം പ്രണമിച്ചതാണ്. ഓക്കെ, ആഷസ് അന്മിഷാജി ഇനി ആർക്ക് വേണ്ടി ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ബ്രോ നിങ്ങൾ പോവല്ലേ, നിങ്ങൾ പോകാതിരിക്കും, മാച്ചിൻ്റെ റിസൾട്ട് കണ്ടിട്ട് പോകൂ. എന്തായാലും നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള വൈപ്പർ പറയുന്നത് കേട്ടോണ്ടിരിക്കാം. എന്തായാലും പറയുന്നുണ്ട്. താങ്ക് യു ഗൈസ്. അപ്പോൾ എന്തായാലും T-ഗോഡിലെ ഹബീബ് 1xലെ യദുവിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. 1xലെ യദു. അപ്പോൾ 1x-മായിട്ടുള്ള ഫൈറ്റ് ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. MTXലെ മെമ്പേഴ്സ് അവിടെ ക്ലോസിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോണിൻ്റെ ഡാമേജ് 1xലെ ടോംബ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ എഡ്ഗറിനെ അവിടെ സോണിലേക്ക് കയറാൻ സമ്മതിക്കാതെ നിൽക്കുകയാണ് T-ഗോഡിലെ ഹബീബി. എഡ്ഗർ അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂരെ നിന്നുള്ള ഷോട്ടുകൾ, സിംഗിൾ ടാപ്പ് ഷോട്ടുകൾ, DP വെച്ചുള്ള സിംഗിൾ ടാപ്പ് ഷോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോമിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എഡ്ഗറിനെയാണ് കാണാൻ സാധിക്കുന്നത്. എഡ്ഗർ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഡാമേജും നല്ല രീതിയിൽ ഏറ്റുവാങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോണിലേക്ക് പോകുകയാണെങ്കിൽ സോണിലാകെയുള്ള DEC ടീം ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. F1 മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 1x ടോം വീണ്ടും അവിടെ സോണിൽ പെട്ട് ഡൗൺ ആയിട്ടുണ്ട്. എഡ്ഗർ അവിടെ സോണിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേമാതിരി തന്നെ MTX ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എന്തായാലും കയറി പോയിട്ടുണ്ട്. 1xൽ എഡ്ഗറിനെ അവിടെ ഫിനിഷ് ചെയ്ത് അവസാനം T-ഗോഡ് തൻ്റെ ദൗത്യം വിജയകരമായിട്ട് ഫിനിഷ് ചെയ്തിട്ട് കയറി. സൗണ്ട് ഫുള്ളാക്ക് ബ്രോ.
അപ്പോൾ എന്തായാലും സൗണ്ട് ഫുള്ളാക്കി നമ്മൾ ഓൾ ചാറ്റ് വന്നപ്പോൾ നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചതാണ് ഹെഡ്സെറ്റ്. അപ്പോൾ ദൂരെ നിന്ന് സംസാരിച്ചത്. അപ്പോൾ എന്തായാലും സൗണ്ട് ഇപ്പോൾ ക്ലിയർ ആയെന്ന് നോക്ക്. സൗണ്ട് നോക്കുവാണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സോൺ നോക്കുവാണെങ്കിൽ ടി ഗോഡ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി സോണിൽ കയറാനുള്ള. F1 മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. F1 മെമ്പേഴ്സ് പതുക്കെ C10 ഒക്കെ അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൾ ചാറ്റ് വീണ്ടും ഇട്ടുകൊണ്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഡിസ്റ്റർബൻസ് ആണ് നമുക്ക്. അപ്പം DODലെ മെമ്പേഴ്സിനെ നമ്മുടെ PX മെമ്പേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. MTX ടീം മെമ്പേഴ്സ് സോണിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. MTXലെ ടീം മെമ്പേഴ്സ് ദൂരെ നിന്നുള്ള ഫയറിംഗ് നടത്തുകൊണ്ടിരുന്നുണ്ട്. F1 മാഡ്മാൻ C10 അവിടെ നിൽക്കുന്നേ ഉള്ളൂ. PXലെ ഡ്യൂഡ് ഷെസാം F1 മാഡ്മാനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഷെസാം അടുത്ത F1 മെമ്പേഴ്സിനെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. C10 അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും സൗണ്ട് നമ്മൾ ഫുള്ളാക്കാം. അപ്പോൾ എന്തായാലും പടക്കം പൊട്ടുന്ന ടീഗോഡ് ടീം അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ PX ടീമിൻ്റെ അടുത്തേക്ക് ടീഗോഡ് ടീം എത്തിയിട്ടുണ്ട്. ടീഗോഡ് ടീം അവിടെ ഫയറിങ് സോണിൻ്റെ ഡാമേജ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ടീഗോഡിലെ ബാക്കി മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. G9 ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. നീഡുകളൊക്കെ ഇട്ടുകൊണ്ട് ചട്ടപ്പട്ട പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെസാം PX ഒക്കെ അവിടെ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ടീഗോഡിലെ G9 അവിടെ ഒരു കോണിൽ നിൽക്കുന്നുണ്ട്. MTXലെ ഡ്യൂഡ് PXനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. MTX മെമ്പേഴ്സ് അവിടെ ഷെസാം PX അവിടെ സ്മോക്ക് വാൾ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടീഗോഡ് മെമ്പേഴ്സ് അവിടെ സ്മോക്ക് വാൾ ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൊട്ട് പുറകിൽ തന്നെ MTX മെമ്പേഴ്സ് കയറി വന്നിട്ട് MTX റിഗാൽ അവിടെ അപ്പം MTX മെമ്പേഴ്സ് എല്ലാം അവിടെ നമ്മുടെ PX മെമ്പേഴ്സിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ടീഗോഡ് മെമ്പേഴ്സും അവിടെ തേർഡ് പാർട്ടികൾ. അപ്പം 4 ടീമുകളായിട്ട് ഇനി ബാലൻസ് ഉള്ള DCലെ മെമ്പേഴ്സ്, ടീഗോഡ് മെമ്പേഴ്സ്, MTX ടീം മെമ്പേഴ്സ് ആൻഡ് ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് പലയിടത്തു നിന്ന് അടി വാങ്ങി എന്തായാലും താഴോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അവരുടെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. MTXലെ റിഗാലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹോഗ് റൈഡർ അവിടെ മനോഹരമായിട്ട് MTX ബുദ്ധയ്ക്കിട്ടുള്ള സ്പ്രേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MTX ആൻഡ് ഗ്രൗണ്ട് സീറോ തമ്മിലുള്ള ഫയറിംഗ് അവിടെ നിൽക്കുന്നില്ല. ഗ്രൗണ്ട് സീറോ കണ്ടിന്യൂസ് ഫയറിങ്ങിലാണ്, ഒരു രക്ഷയില്ല. MTXലെ ഗോട്ട് ചെയ്യാൻ തോന്നുന്നു വന്നുകൊണ്ടിരിപ്പുണ്ട് അവരുടെ അടുത്തേക്ക്. അപ്പോൾ ബുദ്ധേനെയൊക്കെ ഒന്ന് സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗോട്ടിനെ നമുക്ക് കാണാൻ സാധിക്കാം. ഗോട്ടിയുടെ നീക്കം നോക്കിയാലോ. ഗോട്ടി ഇപ്പോഴും സോണിൻ്റെ എഡ്ജ് ഓഫ് ദ സോണിൽ നിൽക്കുകയാണ്. ആശാൻ ഇപ്പോഴും സോണിൽ കയറിയിട്ടില്ല. അപ്പോൾ സോണിൽ കയറാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും വൈപ്പർ സിംഗ് എ സോങ് എന്നൊക്കെ പറയുന്നുണ്ട് അന്വേഷാജ്. എൻ്റെ അണ്ണാ നമുക്കെന്തിനാ സോങ്, വൈപ്പർ പാടണം. അത് കൊള്ളാം. വളരെ മനോഹരമായിരിക്കുന്ന പാട്ട് പാടാം. ഇപ്പം ഇട്ടുതരാം. ഇത് മതിയോ? എന്ത് വെറുതെ ഡിസ്റ്റർബൻസ് ആക്കുന്നില്ല നിങ്ങൾക്ക്. എന്തായാലും നമുക്ക് ഫൈറ്റിലേക്ക് പോകാം. ഫൈറ്റിൽ നോക്കുവാണെങ്കിൽ ടീഗോഡിൻ്റെ മെമ്പേഴ്സ് ആൻഡ് നമ്മുടെ DC മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിനെ തൊട്ടടുത്തൂടെ കയറി വരുന്ന കാണാൻ സാധിക്കുന്നത്. തൊട്ട് ബാക്കിൽ കൂടെയുള്ള ഫയറിംഗ് നമ്മുടെ MTX ബുദ്ധ ടീഗോഡ് ഹബീബിനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബുദ്ധ മനോഹരമായിട്ട് തന്നെ കളിക്കുന്ന 3 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ MTXലെ ബാക്കി റിഗാലൊക്കെ ഓടി വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ റിഗാലിനെ സ്പോട്ട് ചെയ്തിട്ടുള്ള ഇല്ലയോ എന്നറിയത്തില്ല. MTX നമുക്ക് സോണിൻ്റെ എഡ്ജ് നിൽക്കുകയാണ്. ടീഗോഡ് G9 അവിടെ DC ഹോർണറ്റിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബുദ്ധയുടെ അടുത്ത് തന്നെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. MTX മെമ്പേഴ്സ് ഗ്രൗണ്ട് സീറോ ഹോഗ് റൈഡർ അവിടെ കയറി എത്തിയിട്ടുണ്ട്. ഹോഗ് റൈഡറുമായി സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ MTX ബുദ്ധ അവിടെ ഇപ്പോഴും നിൽക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു മോളി മനോഹരമായ മോളി ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മോളിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ DTCയിലെ എപ്പിക്ക് അവിടെ സ്പോട്ട് ചെയ്ത് നമ്മുടെ ബുദ്ധേനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി അവിടെ മനോഹരമായിട്ട് തന്നെ എടുക്കുന്നു. നമ്മുടെ ഹോഗ് റൈഡറിന് നല്ല ഡാമേജ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആശാൻ ഹീൽ ചെയ്തിട്ടുണ്ട്. MTXലെ മെമ്പേഴ്സ് എല്ലാം ഇപ്പോഴും ലൈവായിട്ടുണ്ട്. അതേമാതിരി ടീഗോഡിലെ മെമ്പേഴ്സ് ഇപ്പോഴും ബാക്കിയെല്ലാം ലൈവായിട്ടുണ്ട്.
പാട്ട് പാടാൻ പറഞ്ഞിട്ടാണ് തോന്നുന്നു കമൻട്രി പോയത്. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ബാക്കി മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ അവിടെ ഫയറിംഗ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞ സ്ഥിതിക്ക് പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കോച്ചിനെയൊക്കെ സ്പോട്ട് ചെയ്ത് മാക്സിമം ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കോച്ചിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് സ്പോട്ട് ചെയ്താൽ എന്തായാലും സംഭവിക്കാൻ DC മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തേ. നമ്മുടെ കില്ലോ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അപ്പം അടുത്ത സോൺ വരുന്നവരെ ഈ കിടപ്പുണ്ടാകുമോ എന്നറിയത്തില്ല. എന്തായാലും മോളിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് നോക്കാം, അടുത്ത സോൺ ഫോം ആവുന്നുണ്ട്. ഇഷ്ടംമാതിരി പാമ്പുകളെ നമുക്ക് അവിടെ കാണാം. അതേമാതിരി തന്നെ ഇത് DC ഡെഡ് പൂൾ പാമ്പ്, DC ഹോണറ്റ് പാമ്പ്, ഗ്രൗണ്ട് സീറോ പാമ്പ്, കുറേ സ്കോച്ച് പാമ്പ്, DC എപ്പിക് പാമ്പ്, എല്ലാവരും ഓടി എഴഞ്ഞഴഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ആരുടെ എഴച്ചിലാണ് ആദ്യം എത്തുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും സോണിൻ്റെ ഡാമേജൊക്കെ അത്യാവശ്യം കില്ലോയ്ക്ക് കിട്ടുന്നുണ്ട് ഗ്രൗണ്ട് സീറോ മെമ്പർ. അപ്പോൾ DC മെമ്പേഴ്സ് എല്ലാവരും എഴഞ്ഞ് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സോൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് സോണിൽ അവിടെ ഫയറിംഗ് തുടങ്ങിയ സ്കോച്ച് അവിടെ കില്ലോനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി സ്കോച്ചിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഹോണറ്റ്. എന്തായാലും അവിടെ 2 സൈഡിൽ നിന്ന് 3 സൈഡിൽ കൂടെ ഫയർ ചെയ്ത് DC മെമ്പർ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് മാച്ച്. അപ്പം നമ്മുടെ DC ടീം മെമ്പേഴ്സ് അങ്ങനെ 6 കില്ലോട് കൂടി 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ DC. അപ്പോൾ DC വൈപ്പറിന് കില്ലൊന്നും എടുക്കാൻ സാധിച്ചില്ലെങ്കിലും എന്തായാലും മാക്സിമം സപ്പോർട്ട് DC വൈപ്പറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ T-God മെമ്പേഴ്സ് അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 8 കിലോട് കൂടി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ 3ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് നമ്മുടെ കില്ലോ ആൻഡ് മാഡ് മാക്സ് ചേർന്ന് അവിടെ 3ാം സ്ഥാനം വരെ എത്തിച്ചിട്ടുണ്ട്. 8 കിലോട് കൂടി അവിടെ 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്ത് MTX ടീം എലിമിനേറ്റ് ആയപ്പോൾ 5ാം സ്ഥാനത്ത് പങ്ക് ടീം, 5ാം സ്ഥാനത്ത് PX ടീം എലിമിനേറ്റ് ആയിരിക്കുന്നത്. F1ലെ മെമ്പേഴ്സ് അവിടെ 6ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയപ്പോൾ 1X ടീം മെമ്പേഴ്സ് 7ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയി. അതോടൊപ്പം തന്നെ LXലെ മെമ്പേഴ്സ് അവിടെ 8ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയി. LMX ടീം മെമ്പേഴ്സ് 9ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയപ്പോൾ SN4 അവിടെ 10ാം സ്ഥാനത്തും നമ്മുടെ B4M ടീം 11ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പെയറിലെ മെമ്പേഴ്സ് 12ാം സ്ഥാനത്തും ആഷസ് ടീം 13ാം സ്ഥാനത്തും 14ാം സ്ഥാനത്ത് NOT ടീം മെമ്പേഴ്സ്. അപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് 15ാം സ്ഥാനത്തും ഫിനിഷ് ആയേക്കുന്നത്. അപ്പോൾ വാർഗോഡ് ടീം 16ാം സ്ഥാനത്ത്, 17ാം സ്ഥാനത്ത് ബ്രൂട്ടൽ ടീം, 18ാം സ്ഥാനത്ത് ZRM ടീം ഫിനിഷ് ആയേക്കുന്നത്. അപ്പോൾ മാച്ച് തീരാൻ പോകുന്ന പാട്ട് പാട് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ ഫാത്തിമ നമ്മൾ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ പാട്ട്. അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിൽ വീണ്ടും കാണാം. DC എന്ന് പറയുന്നുണ്ട്. പാട്ട് പാടാതെ ലൈവ് ഓഫ് ആക്കല്ലേ ബ്രോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പൊളിച്ചു മുത്തായം പൊളിച്ചു. എന്തായാലും താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. നിങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് നമ്മുടെ ചാറ്റ് സെക്ഷൻ വളരെ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിരുന്നു. സബ്സ്ക്രൈബറിന് വേണ്ടി പാട്ട് പാടില്ലേ, എല്ലാ രസമാണ്. Thank you Anvi, thank you Phoenix Joker, and thank you Mr. Ashes Professor, Ashes Captain, and other members who all are supported through all the stream. But thank you guys. അപ്പോൾ മനോഹരനായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട്. ഇത്രയധികം ചാറ്റ് സെക്ഷൻ ആക്റ്റീവായിട്ടുള്ള ലൈവ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ 8 മെസ്സേജസ് പെർ മിനിറ്റാണ് നമ്മുടെ ചാറ്റ് സെക്ഷൻ നമുക്ക് കാണാൻ സാധിച്ചത്. 10 ഏകദേശം 12 സെറ്റോളം തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ 8ആണ് നമ്മുടെ മാക്സിമം ചാറ്റ് സെക്ഷൻ എന്ന് പറയാം. 8 മെസ്സേജസ് പെർ മിനിറ്റ് നിങ്ങൾ തന്നു, വളരെ ഉപകാരം. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല എൻ്റെ പൊന്നും മാഷേ. എന്തായാലും നിർത്തിയിട്ട് പോയേ നിങ്ങൾ. അപ്പോൾ ഓക്കെ, ശരി ഗൈസ്, ഗുഡ് നൈറ്റ്.